ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റി കിച്ചൺ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ കട്ട്ലറ്റിൻ്റേതാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ കുക്കറിലിട്ട് കുരുമുളക് പൊടിയും ഉപ്പും കൂടി തിരുമ്മി വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ചിക്കൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ചിക്കൻ ഈ രൂപത്തിലൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു രൂപത്തിലാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് 2 ഉരുളക്കിഴങ്ങ് ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും എല്ലാം ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഞാൻ നടുവേ കീറി വെച്ചിരിക്കുന്നതാണിത്. ഇതുകൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഈ രൂപത്തിലൊന്ന് നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഈ സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്താണ് ഇത് പൊടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണിത്. കൂടാതെ 5 പച്ചമുളകുണ്ട്. മീഡിയം സൈസ് പച്ചമുളകാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും കൂടെ ഈ രൂപത്തിലൊന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന സവോള 2 സവോളയാണ്, 2 ഇടത്തര സവോളയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിങ്ങനെ നടുവേ പിളർന്ന് വെച്ചിരിക്കുന്നതാണ്. ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ എടുത്ത് വെച്ചിരുന്ന സവാള ഈ ഒരു സൈസിൽ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടുത്തായിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളകിൻ്റെ പച്ചമണോ ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. സവോളയൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് ഇളകി കൊടുത്ത് വാട്ടാം. അപ്പോൾ സവോള ഇന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്, ഒന്ന് വഴിവിടാന്നായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്യാണ്. ഇനി ഞാൻ ഈ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുകയാണ്. കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അല്പം ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ആദ്യമേ ഉപ്പും കുരുമുളക് പൊടിയെല്ലാം ഇട്ടാണ് നമ്മളിത് വേവിച്ചത്. അതുകൊണ്ട് ഉപ്പ് കുറച്ചുകൂടെ മതി, നോക്കിയിട്ട് ചേർത്താൽ മതി. അതായിട്ട് ഒരു നാരങ്ങയുടെ പകുതി എടുത്ത് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ഒരു നാരങ്ങയുടെ പകുതിയാണ് പിഴിഞ്ഞ് വെച്ചിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ചിക്കനും പൊട്ടറ്റയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഇതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മല്ലിയില എല്ലായിടത്തും ഒന്ന് മിക്സായി വരുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. നമുക്ക് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബ്രെഡ് ചെറിയ പീസുകളാക്കിയിട്ട് ഈ നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി. ബ്രെഡ് ഇപ്പോൾ ഇതുപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് മുട്ടയുടെ വെള്ളയാണ്. അതിനുവേണ്ടി ഞാൻ 2 മുട്ടയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ മുട്ടയുടെ വെള്ള മാത്രം ഒന്ന് വേർതിരിച്ചെടുക്കണം. അപ്പോൾ 2 മുട്ടയുടെ വെള്ളം ഞാൻ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ കോൺഫ്ലോറും കൂടി ഇടുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മുട്ടയുടെ വെള്ളവും കോൺഫ്ലോറും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ചൂട് ഒക്കെ പോയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ഷേപ്പിൽ, കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കാം. ഇങ്ങനെ
അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട്ലറ്റ് പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് മുട്ടയുടെ വെള്ളയ്ക്കകത്ത്, മുട്ടയും കോൺഫ്ലോറും കൂടെ മിക്സ് ചെയ്താണ് ഇത് വെച്ചിരിക്കുന്നത്, അതിലേക്കൊന്ന് മുക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് മുക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ബ്രെഡ് ക്രംസിനകത്ത്, റൊട്ടിപ്പൊടിയാണ് അതിനകത്ത് നമ്മൾ മുക്കിയെടുക്കുന്നത്. ഇങ്ങനെ ഓരോന്നും കട്ട്ലറ്റ് ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ട് മുട്ട വെള്ളയ്ക്കകത്തിട്ട് റൊട്ടിപ്പൊടിക്കകത്ത് മുക്കി മുക്കി വെക്കുകയാണ്. ഇപ്പോൾ ഈ കട്ട്ലറ്റ് എല്ലാം ഞാൻ ഈ ഒരു ഷേപ്പിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേക്കറിയിലേക്ക് വെക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷേപ്പിൽ വെച്ചിരിക്കുന്നത്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട്ലറ്റ് ഷേപ്പ് ചെയ്ത് എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതൊന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ കട്ട്ലറ്റ് മുരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ സ്റ്റൗവിൽ വെച്ചതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ കട്ട്ലറ്റ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കട്ട്ലറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഓരോന്നോരോന്ന് കട്ട്ലറ്റ് ഷേപ്പ് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കണം. ഞാനിത് അപ്പുറം ഒന്ന് മറിച്ചിടുകയാണ്. ഞാൻ തീരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് അപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ രണ്ട് വശം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ കട്ട്ലറ്റിൻ്റെ രണ്ട് സൈഡ് ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ബാക്കിയിരിക്കുന്ന കട്ട്ലറ്റും കൂടെ ഞാൻ എണ്ണയിലേക്ക് ഇടുകയാണ്. അതിട്ടതും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയ്ക്കകത്തൊന്ന് മാറ്റാം. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക്